ദറ്റ് ഈസ് ന്യൂമറിക്കൽ ഡിഫറൻസിയേഷൻ ഇന്റഗ്രേഷൻ ഒക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ ഫസ്റ്റ് സെമസ്റ്റർ അല്ലേ? ഓക്കെ, ആ കോൺസെപ്റ്റ് സെയിം തന്നെ. ഇവിടുത്തെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ന്യൂമറിക്കൽ ഡിഫറൻസിയേഷൻ, ന്യൂമറിക്കൽ ഇന്റഗ്രേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അവിടെയൊക്കെ നമ്മൾ യൂഷ്വലി ജനറൽ കാൽക്കുലസിൽ നമ്മളൊരു ഡിഫറൻസിയേഷൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ ഗിവൺ എ ഫംഗ്ഷൻ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് അല്ലേ? ഒരു ക്ലോസ്ഡ് ഫോമിലുള്ള ഒരു എഫ് ഓഫ് എക്സ് ഈസ് ഗിവൺ ടു അസ്. ഓക്കെ, ആൻഡ് അവിടെ നമ്മൾ dy ബൈ ഡി എക്സ്, അതിനെ നമ്മൾ ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു എക്സ്. എക്സ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്, y എന്ന് പറയുന്ന ഡിപെൻഡന്റ് വേരിയബിൾ ആണ്. ഓക്കെ, ഈ ഇൻഡിപെൻഡന്റ് വേരിയബിളിന് ഒരു സ്മോൾ ചേഞ്ച് വരുമ്പം നമ്മുടെ ഡിപെൻഡന്റ് വേരിയബിളിന് ഉണ്ടാകുന്ന ചേഞ്ച്, ദാറ്റ് ഈസ് വാട്ട് വി മീൻ ബൈ എന്താണ് ഡിഫറൻസിയേഷൻ അല്ലേ? ഡിഫറൻസിയേഷൻ എന്ന് നമ്മൾ മീൻ ചെയ്യുന്നതാണ്. ഓക്കെ, പക്ഷേ ഇനി ഈ ന്യൂമറിക്കൽ ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് കാൽക്കുലസിലാണ് നമ്മൾ ഈ ഡിഫറൻസിയേഷന്റെ കാര്യം പറയുന്നത്. അതായത് നമുക്ക് തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമുക്ക് തന്നിരിക്കും, ദാറ്റ് വിൽ ബി എ ക്ലോസ്ഡ് ഫോം. ബട്ട് ഈ ന്യൂമറിക്കൽ ഡിഫറൻസിയേഷനോട്ട് നമ്മൾ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വി ആർ നോട്ട് ഗിവൺ ദിസ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്. ഒരു ക്ലോസ്ഡ് ഫോം ഓഫ് എഫ് ഓഫ് എക്സ് നമുക്കില്ല. ന്യൂമറിക്കൽ മെത്തേഡ്സിലൊക്കെ നമുക്ക് എന്താ ഉള്ളത്? വി ഹാവ് സം പെയർസ് ഓഫ് പോയിന്റ്സ് xi ആൻഡ് yi's. ഇത് മാത്രമേ നമുക്കുള്ളൂ. x1 x2 xn കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറസ്പോണ്ടിങ് y വാല്യൂസ് ആർ ഓൾസോ ഗിവൺ. y1 y2 y. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ചെയ്ത പോലെ തന്നെ ന്യൂമറിക്കൽ മെത്തേഡ്സിലെല്ലാം അങ്ങനെയാണ്. നമുക്ക് xi'ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിപെൻഡന്റ് വേരിയബിൾ yi's ആർ ഓൾസോ ഗിവൺ. ഈ രണ്ട് പോയിന്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? അതിനുള്ള ഡിഫറെന്റ് മെത്തേഡ്സ് ആണ് നമുക്ക്. ഏതാണ് ഇവിടെ വരുന്ന മെത്തേഡ്സ്? ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത ഇന്റർപൊളേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. യൂണിഫോംലി സ്പേസ്ഡ് ടാബുലർ പോയിന്റ്സ്, അതായത് നമ്മൾ ന്യൂട്ടൺസ് ഫോർവേഡ് ഫോർമുല, ബാക്ക്വേർഡ് ഫോർമുല, സ്റ്റെർലിംഗ്സ് ഫോർമുല, ബസൽസ് ഫോർമുല ഒക്കെ നമ്മൾ ഈക്വലി സ്പേസ്ഡിനും, പിന്നെ നമ്മൾ ലെഗ്രാഞ്ചസ് മെത്തേഡ് ആണ് ഈക്വൽ അല്ലാത്ത അല്ലേ, സ്പേസസ് ആർ അൺഈക്വൽ ആയിട്ട് വരുന്നിടത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ രണ്ട് മെത്തേഡാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? Okay. Now come to derivatives, and higher order derivatives play a very important role in scientific investigation, particularly in respect of measuring, approximating the rate of changes of some dependent variable with respect to some other variable. That is rate of change of y with respect to x. Okay. Occurring in some scientific area. There are number of analytical methods in calculus for finding the derivative of dependent variable. However, these methods can be applied only when the variables can be expressed in a closed form. That is y equal to f of x എന്ന് പറയുന്ന ഒരു ഫോം നമ്മുടെ ഉണ്ട്. അതിനെ നമ്മൾ സ്റ്റാൻഡേർഡ് റിസൾട്ടുകൾ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ അതേസമയം നമ്മൾ പ്രാക്ടിക്കലി നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്കറിയാം, ഒരു റീഡിങ്ങിലോട്ടൊക്കെ നല്ല നമ്മളൊരു പ്രാക്ടിക്കൽ സിറ്റുവേഷനിൽ നമുക്ക് ഡേറ്റ കിട്ടുക എന്ന് പറഞ്ഞാൽ വി ആർ കളക്ടിങ് സം പോയിന്റ്സ് അല്ലേ? ഓരോ വാല്യൂവിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള അടുത്ത വാല്യൂ, ഓരോ ഇൻഡിപെൻഡന്റ് വേരിയബിളിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിപെൻഡന്റ് വേരിയബിളിന്റെ വാല്യൂ ആണ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. അതായത് ഇങ്ങനെ ഒരു ഓർഡേർഡ് പെയറേ നമ്മളെ കാണത്തുള്ളൂ പ്രാക്ടിക്കലി. ഓക്കെ, most of the time the available scientific data either does not explicitly exhibit such a closed form of relationship, or in many cases even cannot be expressed in such a form. ചില സിറ്റുവേഷനാണെങ്കിൽ അങ്ങനെ ഒരു ക്ലോസ് ഫോം നമുക്ക് എക്സ്പ്രസ് ചെയ്യാനേ പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ടാവും. ദ ഡേറ്റ ജനറലി ഈസ് അവൈലബിൾ ഇൻ ടാബുലർ ഫോം. അപ്പൊ ഡേറ്റ മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇൻ സച്ച് കേസസ് ആൻഡ് അതർവൈസ് ഓൾസോ ദ ന്യൂമറിക്കൽ മെത്തേഡ്സ് ടു ബി ഡിസ്കസ്ഡ് ഇൻ ദിസ് യൂണിറ്റ് മെനി ടൈംസ് പ്രൂവ് ടു ബി ക്വൈറ്റ് യൂസ്ഫുൾ. ആ സിറ്റുവേഷനിലെല്ലാം നമ്മൾ ന്യൂമറിക്കൽ മെത്തേഡ്സ് ഓഫ് ഇന്റഗ്രേഷൻ, ന്യൂമറിക്കൽ മെത്തേഡ്സ് ഓഫ് ഡിഫറൻസിയേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ഇനി ഇവിടെ ഈ ന്യൂമറിക്കൽ മെത്തേഡ്സ് ഓഫ് ഡിഫറൻസിയേഷൻ, അല്ലെങ്കിൽ നമ്മൾ ഈ ഡിഫറൻസിയേഷൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞു നമ്മൾ ഇന്റർപൊളേഷനാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. അതിൻ്റെ അകത്ത് സി ആൻ ആർബിട്രറി പോയിന്റ് പി ഉണ്ട്. ഓക്കെ, നമ്മളിവിടെ നമ്മൾ അവിടെ ചെയ്ത പോലെ തന്നെ സി എക്സ് നോട്ട് ഈക്വലി സ്പേസ്ഡ് ആണെങ്കിൽ നമുക്കറിയാം x0, x1, x2 എന്ന് പറയുന്ന എല്ലാം എന്തുകൊണ്ടാണ് ഒരു ഈക്വൽ ആണ്. അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു എന്ന് പറയുന്ന h എന്ന് പറയുന്ന ഒരു പോയിന്റ് ആയിട്ടാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അല്ലേ?
അപ്പം എക്സ് പി എന്ന് പറയുന്ന ഒരു പോയിന്റ്, ഒറിജിനൽ ഒ എന്ന് പറയുന്ന 0 എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്ന്, അല്ലെ x0 എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് എക്സ് പി എന്ന് പറയുന്ന പോയിന്റിലോട്ട് പോകാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? x0 പ്ലസ് പി ഇൻറ്റു എച്ച് ചെയ്താൽ മതി നമുക്ക്, അല്ലേ? പി ഡിസ്റ്റൻസിൽ എത്താനായിട്ട് ആദ്യത്തെ ഒരു എച്ച് ഉണ്ട്. എത്ര, ഹൗ മെനി എച്ച്? x0 പ്ലസ്, ഓക്കെ, നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത പോലെ തന്നെ x0 അല്ലെങ്കിൽ എക്സ് പി എന്ന് പറയുന്ന ഒരു പോയിന്റിലോട്ട് എത്താൻ നമ്മൾ എന്താ ചെയ്തത്? എക്സ് പി എന്ന് പറയുന്ന പോയിന്റ് കണ്ടുപിടിക്കാൻ നമ്മൾ ഇത് x0 കൂടെ എച്ച് ആഡ് ചെയ്യുമ്പോൾ x1 കിട്ടും, അല്ലേ? x1, ഹലോ ഹലോ ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ഓക്കെ, അപ്പം ഓക്കെ, നമ്മൾ അവിടെ x0 കൂടെ എച്ച് ആഡ് ചെയ്യുമ്പോൾ x1 കിട്ടും, x1 കൂടെ എച്ച് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് x2 കിട്ടും, അല്ലേ? അപ്പൊ നമ്മൾ x2 കിട്ടണ x0 കൂടെ എന്ത് ചെയ്യണം? x0 പ്ലസ് 2 എച്ച് ആഡ് ചെയ്താൽ മതി. x0 പ്ലസ് എച്ച് ആഡ് ചെയ്യുമ്പോൾ x1 കിട്ടും, x2ലോട്ട് x1ലോട്ട് വരാൻ ഒരു എച്ച് കൂടി ആഡ് ചെയ്യും എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ് പിയിലോട്ട് എത്താനായിട്ട് എന്ത് ചെയ്യും? x0 പ്ലസ് പി എച്ച്, ഇതാണ് നമ്മൾ പോയിന്റിലോട്ട് എത്തുന്നത്, ഈക്വലി സ്പേസ്ഡ് ആണെങ്കിൽ, അല്ലേ? ഓക്കെ, സോ ഇവിടെ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ആ എന്താ പറയാ, നമ്മുടെ ഇന്റർപോളേഷൻ ഫോർമുല നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ എക്സ് എന്ന് പറയുന്ന ഇൻഡിപെൻഡന്റ് വേരിയബിളിന് പകരം, കാരണം എന്താ ചോദിച്ചാൽ നമ്മുടെ ഫോർമുലകൾ എന്ന് പറയുന്നത് എന്തായിരുന്നു? സി ഇൻ ടേംസ് ഓഫ് പി ആയിരുന്നു, അല്ലേ? സോ ആ പി എ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിട്ട് സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തു പോകുന്നത്, ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നത്. മനസ്സിലായോ? അവിടെ നമ്മൾ dy ബൈ ഡി എക്സ്, വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമുക്ക് വേണ്ട, ഒറിജിനലി വേണ്ടത്. അതിനെ നമ്മൾ എന്ത് ചെയ്യും? dy ബൈ dp ഇൻറ്റു dp ബൈ dx, എങ്കിലല്ലേ dy ബൈ dx വരാൻ പറ്റും, അല്ലേ? നമ്മുടെ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യും ഇവിടെ, കാരണം നമുക്ക് എളുപ്പം അതാണ്. കാരണം ഇൻ ടേംസ് ഓഫ്, അല്ലെ നമ്മൾ ഇതിനെ വീണ്ടും മാറ്റി പി എ നമ്മൾ എങ്ങനെ കൊണ്ടുവരണം? എക്സ് പി മൈനസ് എക്സ് നോട്ട് ബൈ എച്ച് എന്നാക്കണം. പി എ നമുക്ക് തിരിച്ചു കൊണ്ടുവരാം ഇൻ ടേംസ് ഓഫ് എക്സിൽ. അത് നമ്മൾ പഠിച്ച ഫോർമുലയായിട്ട് വീണ്ടും നമ്മൾ തിരിച്ചു കൊണ്ടുവരേണ്ടി വരും. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എളുപ്പം, നമ്മൾ ഓൾറെഡി നമ്മുടെ ഇരിക്കുന്ന ഒരു ഫോർമുല ഉണ്ട്, അപ്പൊ അതിനെ ഇത് തമ്മിലൊന്ന് കണക്ട് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് വിത്ത് റെസ്പെക്ട് ടു പി ചെയ്ത് പോയച്ചാൽ മതി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ. ഈസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, അതാണ് ആക്ച്വലി ഇവിടെ ചെയ്യുന്നത്. ഈസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. Okay, before coming to the discussion of finding the value of the derivative of the dependent variable, the rest of the section we call the formula from unit 2. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയ ഇന്റർപോളേഷൻ ഫോർമുലകൾ. About approximating the value of the dependent variable y, not the derivative of y, which include Newton's forward difference, Newton's backward difference. For this purpose, let us suppose that we have to compute the value of y corresponding to the independent variable x or the new independent variable p, where the equation x equal to, actually the xp ആണ്. Okay, xp is equal to x naught plus p and p equal to x minus, അത് ജനറലൈസ് ചെയ്ത് പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. അറ്റ് ഡിസ്റ്റൻസ് p എന്നുള്ളതിനെ xp എന്ന് അവർ എഴുതിയില്ല, p അറ്റ് ഡിസ്റ്റൻസ് p എന്ന് x കൊണ്ട് ഡിനോട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് p യെ നമ്മൾ തിരിച്ചെഴുതാം. അപ്പൊ നമ്മൾ ഈ പഠിച്ച ഫോർമുല നമ്മൾ വീണ്ടും തിരിച്ചെഴുതേണ്ടി വരും. അപ്പൊ നിങ്ങൾക്ക് അതൊരു കൺഫ്യൂഷനേക്കാളും നമുക്ക് എളുപ്പം ഇതാണ്. ഓക്കെ, സോ we what is that? Okay, we denote the value of y at x naught, that is equal to y naught. Y at x naught എന്ന് പറയുന്ന y naught or y of x naught, ഇതെല്ലാം സെയിം നൊട്ടേഷൻ ആണ്. or f of x naught, അല്ലേ? ഇതെല്ലാം സെയിം ആണ്. ഓക്കെ, we also recall shift operator e defined, e എന്ന് പറയുന്നത് ഈ y of x എന്ന് പറയുന്നത് y of x plus h or e of p equal to y of p plus, so that ഇതേപ്പറ്റി ഒന്നും കൺഫ്യൂസ്ഡ് ആവണ്ട. ഇൻഡിപെൻഡന്റ് വേരിയബിൾ വിൽ ബി p only. ഇതിനെ നമ്മൾ p യെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആക്കി എടുത്തിരിക്കുവാണ്. ഓക്കെ, അപ്പൊ p യെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിട്ട് നമ്മൾ എടുക്കുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ dy by dp instead of dy by dx, thus we can talk of dy by dp instead of
ഓൾസോ വി ഗെറ്റ് സി ഡി പി, ഇതിൽ നിന്ന് dp ഡി by പി dt. ബൈ ഡി എക്സ് എന്ന് പറയുന്നത് എന്താവും? ഇതിൻ്റെ അകത്തുനിന്ന് പി എച്ച് ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് നോട്ട്. Okay. xp minus x naught എന്നാവല്ലേ? അല്ല, ഈ പി എച്ചിനെ ഞാൻ ഇവിടെ ഇട്ടു, എക്സ് നോട്ടിനെ Okay. ഒരു സൈഡിലോട്ട് കൊണ്ടുവന്നു അല്ലേ? ആൻഡ് പി ഈക്വൽ ടു എന്ത് വരും? 1 ബൈ എച്ച് ഇൻറ്റു എക്സ് മൈനസ് x minus x naught. എക്സ് നോട്ട്. എക്സ് നോട്ടും എച്ചും ഒക്കെ കോൺസ്റ്റന്റാ. സോ ഡി പി ബൈ ഡി എക്സ്, പി വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ എന്താവും? ഡി പി ബൈ ഡി എക്സ് എന്ന് പറയുന്നത് എന്താവും? p by dx എന്ന് പറയുമ്പോൾ dp by dx will be equal to, പറഞ്ഞേ, വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ ചെയ്യുക. സോ ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എക്സ് നോട്ട് ഈസ് എ കോൺസ്റ്റന്റ്. അപ്പം എക്സ് ബൈ എച്ച് മൈനസ് എക്സ് നോട്ട് ബൈ എച്ച്. എക്സ് ബൈ എച്ചിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയുന്നത് എന്താവും? 1 ബൈ എച്ച് ആവും. ഓക്കെ, മൈനസ് 0. ദിസ് ഈസ് കോൺസ്റ്റന്റ്. ഓക്കെ, ദാറ്റ് ഈസ്, സി ഇവിടെ എഴുതിയിരിക്കുന്നുണ്ടോ? ഡി പി ബൈ ഡി എക്സ് ഈക്വൽ ടു 1 ബൈ h. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, അപ്പൊ നമ്മുടെ ഡി വൈ ബൈ ഡി എക്സിനെ നമ്മൾ എങ്ങനെ എഴുതി? ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി പി ഇൻറ്റു ഡി പി ബൈ ഡി. ഡി പി ബൈ ഡി എക്സ് ഈക്വൽ ടു 1 ബൈ എച്ച് ആണ്. ഇസ് ഇറ്റ് ക്ലിയർ? ആൻഡ് വൈ ഇസ് എ ഫംഗ്ഷൻ ഓഫ് പി ആണ് നമ്മുടെ ന്യൂട്ടൺസ് ഫോർവേഡ് ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു പി ചെയ്തിട്ട് അതിനെ എച്ച് കൊണ്ട് 1 ബൈ എച്ച് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് ഡി വൈ ബൈ ഡി എക്സ്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, അതാണ് നമുക്ക് എഴുതിയിരിക്കാൻ. നൗ സി, ഇത് നമ്മളൊന്ന് റിവൈസ് ചെയ്ത് പറയുന്നു എന്നുള്ളത്. ന്യൂട്ടൺസ് ഫോർവേഡ് ഫോർമുല വൈ പി ഈക്വൽ ടു ഇ ടു പി 1 പ്ലസ് ഡെൽറ്റ, ഇതാണ് 1 പ്ലസ് പി ഡെൽറ്റ വൈ നോട്ട്. ഓക്കെ, ഈ ഫോർമുല ഇതാണ് നമ്മൾ ഓർത്തിരിക്കുന്ന ഫോർമുല അല്ലേ? And Newton's backward formula is equal to y naught plus p into inverted delta y naught p into p plus 1 by 2. ഈ ഫോർമുല മറന്നു പോകരുത് കേട്ടോ, കാരണം നമുക്ക് മറ്റേ ഇന്റർപോളേഷൻ ചെയ്യാനും വേണ്ടതാണ്, ഇവിടെയും വേണ്ടതാണ്. ഓക്കെ, പ്രൊവൈഡഡ് ദ കണ്ടീഷൻ, ഒരു കണ്ടീഷൻ ഉണ്ട്, പി ലൈസ് ബിറ്റ്വീൻ 0 and 1. ബാക്ക്വേർഡ് ഡിഫറൻസ് ഫോർമുല അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ പി മൈനസ് 1 0. ദെൻ സ്റ്റെർലിംഗ്സ് ഫോർമുല ആൻഡ് വെസൽസ് ഫോർമുല നമ്മുടെ എന്താ പറയാ സെൻട്രൽ ഡിഫറൻസ് ആണ് നമ്മൾ എടുക്കുന്നത് അവിടെ രണ്ടിടത്തും. Okay. So and okay. Next we state formula of interpolation when the tabular points need not be equidistant. Equidistant അല്ലാത്ത സിറ്റുവേഷൻ നമ്മൾ ഏതായിരുന്നു ചെയ്തിരുന്നത്? ലഗ്രാഞ്ചസ് അല്ലേ? ലഗ്രാഞ്ചസ് മെത്തേഡ് ആണ് ചെയ്തിരുന്നത് നമ്മളവിടെ. Polynomial is fitting passing through all the given points. Obviously, if n plus 1 points are given, the polynomial of the highest degree n can be fitted. See, ഇതായിരുന്നു നമ്മൾ ഇന്നലെ നമ്മൾ ചെയ്തതാണ്. This will be a polynomial in x, isn't it? Yes, sir. Okay, now come to നമ്മുടെ മെത്തേഡിലോട്ട് വരാം. Let us suppose that, ഇത് ഞാൻ ഒരു ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് നമ്മൾ ന്യൂമറിക്കൽ ഡിഫറൻസിയേഷൻ ചെയ്യാൻ പോകുന്നത്. Okay, that is, let us suppose that n plus 1 functions where y equal to r given, that is xi minus, they are equidistant ആണ്. Uniformly spaced tabular points method. Okay. So assuming that fx is differentiable in the interval, we can compute the derivative of x at any point x in the interval 1 by differentiating some appropriate interpolation formula. Okay, from our discuss 1 point introduction. നമ്മൾ ആദ്യം പറഞ്ഞതിൻ്റെ അകത്ത് ആരെങ്കിലും വന്നോ? Okay. Okay. Now the symbol y denotes the dependent variable, x denoting the independent variable, or p denoting the new independent. നമ്മൾ പറഞ്ഞു എക്സിന് പകരം നമ്മൾ പിയിലോട്ട്, കാരണം നമ്മുടെ ഫോർമുല പിയിലായിരുന്നു, അതുകൊണ്ട് നമ്മൾ പി എ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, വേർ എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് പ്ലസ് പി എച്ച്, നമ്മൾ മുമ്പേ പറഞ്ഞ കാര്യങ്ങൾ. വാല്യൂ ഓഫ് y എക്സ് നോട്ട് ഈസ് ഡിനോട്ടഡ് ബൈ ദീസ്. ഓക്കെ ഓക്കെ ഓക്കെ, ദാറ്റ് ഈസ് പി ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് നോട്ട് ബൈ എച്ച്, വി ഗെറ്റ് ഡി പി ബൈ ഡി എക്സ് ഈക്വൽ ടു 1 ബൈ എച്ച്. അറിയാമല്ലോ എങ്ങനെ കിട്ടിയെന്നുള്ള ഇപ്പൊ കാണിച്ചു തന്നെ. Okay, now dy by dx equal to, കാരണം നമുക്ക് വേണ്ടത് y with respect to x ആ. നമ്മുടെ ഇരിക്കുന്ന പോയിന്റ്സുകൾ xi's and yi's ആ. ഓക്കെ, അപ്പൊ നമ്മൾ എക്സിന് പകരം പി എ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിട്ട് dy by
x equal to dy by dp into dp by dx. That is 1 by h into dy by dp. And d square y by second derivative equal to 1 by h square into d square y by dp square. ഈ dy by y with respect to p ചെയ്യുക, again second order ചെയ്യുക. dy by dx എന്ന് പറയുന്നത് 1 by h into dy by dp. Second derivative d square y by dx square എന്ന് പറയുന്നത് 1 by h square into d square by dp square. Is it clear? Yes, sir. Okay. So this formula, ഇതാണ് നമ്മുടെ ന്യൂട്ടൺസ് ഫോർവേഡ് ഫോർമുല. y equal to y of p as a function of p ആയിട്ടാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. See, Newton's forward formula is this one. Okay. And differentiating this one, ഇതിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ dy by dx equal to dy by dp into 1 by h into dy by 1 by h into ഇതിനെ with respect to p ചെയ്യുമ്പോൾ എന്ത് ചെയ്യും വരും? ഇത് കോൺസ്റ്റന്റ് ആണ്, ഡെൽറ്റ y നോട്ട്. With respect to p ചെയ്യുമ്പോൾ ഇത് p square minus p by 2 factorial. That is 2p minus 1 by 2. അല്ലേ? Okay, 2p minus 1 by 2 into delta square y naught. ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ p cube, that is 3p square minus 6p plus 2 divided by 6 into delta q y naught etc. ഇനി ഇതിനെ again with respect to d square y by dx square എന്ന് പറഞ്ഞാൽ 1 by h square into ഇതിനെ വീണ്ടും നമ്മൾ ഡിഫറൻഷിയേറ്റ് with respect to p ഒന്നുകൂടി ചെയ്യുവാണ്. So ഇതിനെ with respect ചെയ്യുമ്പോൾ എന്താവും? ഇവിടെ 2p by 2 and minus 1 by 2 വരുന്നത്. So that become എന്താവും? 2p by 2, that is p. p യുടെ ഡെറിവേറ്റീവ് is 1. p minus 1 by 2. See the p by 2. 2p minus 1 by 2. അതിനെ with respect to p നമ്മൾ ചെയ്യുമ്പോൾ ഇതെന്താവും? 2p by 2 minus 1 by 2. With respect to p minus 1 by 2 വരും. With respect to p ചെയ്യുമ്പോൾ what is that? This will be 1. 1 minus 0 1. ഈ ഡെൽറ്റ സ്ക്വയർ മാത്രമേ വരത്തുള്ളൂ. It is a constant. With respect to ഇവിടെ p ഇല്ല. അടുത്ത with respect to p ചെയ്യുമ്പോൾ എന്ത് വരും? 3p സ്ക്വയർ 6p അല്ലേ? ഇവിടെ ഡയറക്റ്റ് നമുക്ക് ചെയ്യാം. മൈനസ് 6 പ്ലസ് 0 ഡിവൈഡ് ബൈ 6. 6 കോമൺ വെളിയിൽ എടുക്കുമ്പോൾ എന്ത് പോകും? p minus 1 into delta 3 y naught. Is it clear? ഈ രണ്ട് ഫോർമുല നമ്മൾ ഓർത്തിരിക്കുക. ഓക്കെ, നമുക്ക് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാം. നമ്മുടെ ഡെറിവേറ്റീവ്, ഫസ്റ്റ് ഡെറിവേറ്റീവ് ആൻഡ് സെക്കൻഡ് ഡെറിവേറ്റീവ്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? അപ്പൊ നമ്മൾ ഡിഫറൻസ് ഫോർമുല, ഡിഫറൻസ് ടേബിൾ നമ്മൾ ഫോം ചെയ്യുക. ആ ഡിഫറൻസ് ടേബിളിലെ ഓരോന്നിനും കറസ്പോണ്ടിങ് വൈ നോട്ട് നമ്മൾ എന്താ പറയുക സെലക്ട് ചെയ്യുക. ദെൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് ഡയറക്ട്ലി പുട്ട് ചെയ്യുക. എന്താണെന്ന് നമുക്കറിയാം. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ. ഇനി ബാക്ക്വേർഡ് ഫോർമുല യൂസ് ചെയ്യുന്നെങ്കിലോ, അതായത് നമ്മൾ എന്താ ലാസ്റ്റ് പൊസിഷനിലെയാണ് നമുക്ക് കാണേണ്ടതെങ്കിലോ, അറ്റ് ദ പോയിന്റ് ഡെറിവേറ്റീവ് അറ്റ് ദ പോയിന്റ് ആയിരിക്കും നമ്മളോട് കാണാൻ അത്രേ ഉള്ളൂ. അത് ഇത് പറഞ്ഞ പോലെ തന്നെ 1 by h into dy in terms of p യിലായിരുന്നു അതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ട. അപ്പൊ ഈ ഫോർമുലകൾ ഓർത്തിരിക്കണം, മറന്നു പോകരുത്. ഓക്കെ, അപ്പൊ ഈ ഫോർമുല ന്യൂട്ടൺസ് ഫോർവേഡ് ഫോർമുല എഴുതി ബാക്കിയും കൂടി ഒന്ന് എഴുതി വാ. ഇത്രയൊന്ന് എഴുതി വന്നിട്ട് നമുക്ക് പ്രോബ്ലത്തിലോട്ട് വരാം. പ്രോബ്ലം ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതിന്റെ ബിഹൈൻഡിലുള്ള ആ തിയറി എന്താന്നുള്ള ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം മുന്നോട്ട് പോവുക. നമ്മൾ വെറുതെ ബൈഹാർട്ട് ചെയ്ത് നമ്മൾ പോയിട്ട് ഒരു പ്രയോജനവും ഇല്ല, അല്ലേ? ഇങ്ങനെ ഏറ്റവും മിനിമം ഞാൻ പറഞ്ഞു പോകുന്നത് ഏറ്റവും മിനിമം ആണ്. നിങ്ങൾ ആ പ്രോബ്ലം ചെയ്തിട്ട് വീണ്ടും ഈ ഇൻട്രഡക്ഷൻ തൊട്ടൊന്ന് വായിച്ചു വരണം. ഈ നിങ്ങൾക്ക് ഈ തന്നിരിക്കുന്ന ടെക്സ്റ്റ് ബുക്ക് എന്തെന്ന് പറയുന്ന സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറയുന്ന നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്തു വെച്ചിരിക്കുന്നതാണ്. മനസ്സിലായോ? അതേസമയം നമ്മൾ ഇതിന്റെ ന്യൂമറിക്കൽ മെത്തേഡ്സിന്റെ ഒക്കെ ബുക്കുകൾ എടുത്ത് വായിച്ചു നോക്കണം, എങ്കിലേ അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെക്കത്തുള്ളൂ. ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ള സിലബസിൽ ആവശ്യമുള്ള എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം വന്നിരിക്കുന്ന ഒരു എന്താ പറയുക സ്റ്റഡി മെറ്റീരിയൽ ആണിത്. ഇതിനെ ടെക്സ്റ്റ് ബുക്ക് നമുക്ക് പറയാൻ പറ്റില്ല. ദിസ് ഇസ് എ സ്റ്റഡി മെറ്റീരിയൽ. ഇഫ് യു ഗെറ്റ് ഇനഫ് ടൈം ന്യൂമറിക്കൽ മെത്തേഡ്സിന്റെ ബുക്കുകളൊക്കെ എടുത്ത് നോക്കുക, നിങ്ങളുടെ ലൈബ്രറികളിലൊക്കെ കാണും. ഓക്കെ, നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ.
നമ്മൾ ചെയ്യേണ്ട ഓരോ പ്രാവശ്യവും നമ്മൾ ഓരോ പേപ്പറുകൾ എടുത്തും ബുക്കുകൾ എടുത്തും ഇങ്ങനെ നമ്മൾ കമ്പയർ ചെയ്ത് പഠിച്ചു പോകണം. ഫോമുലകളൊക്കെ പേപ്പറുകളിൽ എഴുതുക. അതുപോലെ നമ്മൾ ഏത് പ്രോബ്ലം വരുമ്പോഴും ആദ്യമേ നമ്മൾ അതിന്റെ ഫോമുല എഴുതുക. ഫോമുല മനസ്സിലാക്കി വെച്ചതിന് ശേഷം ഫോമുല എഴുതുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ആ ഫോമുലയ്ക്കകത്ത് അപ്ലൈ ചെയ്യാൻ എന്തൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളതെന്നുള്ളത്. ഓക്കെ. ഈ കണ്ടീഷൻ എഴുതാൻ മറന്നു പോകരുത് കേട്ടോ. ഓരോന്നിനും കണ്ടീഷൻ ഉണ്ട്, അത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഫോർവേഡിനും ബാക്ക്വേർഡിനും പിന്നെ കണ്ടീഷൻ അറിയാന്നുള്ളൂ. ഇത് യൂഷ്വലി നമ്മൾ ഇത് അത്ര യൂസ് ചെയ്യാറില്ല, എന്നാലും ഓർത്തിരിക്കണം. ഇതിന്റെ ഡെറിവേറ്റീവിലോട്ട് നമ്മൾ വന്നില്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഫോമുല ഓർത്തിരുന്നാൽ പോലും നമുക്ക് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കൊണ്ടുവരാം. എന്നാലും ഒരു ഐഡിയ വേണം. കാരണം ചോദിച്ചാൽ നമുക്ക് ചിലപ്പോൾ സംടൈംസ് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആള് ആക്ച്വലി ഫോർവേഡ് ബാക്ക്വേർഡ് ഒക്കെ ആയിരിക്കും ചോദിക്കുന്നത്. സംടൈംസ് ചോദിക്കുന്ന ആൾക്ക് തോന്നുവാണ് എന്നെ ഇപ്രാവശ്യം ഒന്ന് മാറ്റി ഇതെല്ലാം ഒന്ന് നോക്കിയേക്കാം എന്ന് വിചാരിച്ചാൽ നമുക്ക് കിട്ടാതെ വരരുത്. മനസ്സിലായോ? ഓക്കെ. നമുക്ക് ഒരിക്കലും അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ക്വസ്റ്റ്യൻ ഇടുന്നയാളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതൊക്കെ സിലബസ് കൊടുത്തിരിക്കുന്നതിന്റെ അകത്ത് ഏത് പാർട്ടിയിൽ നിന്ന് വേണേ ഇടാം. പിന്നെ അസൈൻമെന്റിന്റെ മറ്റേ ഗ്രൂപ്പിൽ അസൈൻമെന്റിന്റെ ഇട്ടുണ്ടായിരുന്നില്ല മാം ആൻസേഴ്സ്? എനിക്കൊരു പിടിയില്ല കുഞ്ഞെ. ഞാൻ പറഞ്ഞില്ലേ ഈ മീറ്റിംഗ് നിങ്ങളുടെ സെന്ററിൽ നിന്നാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഐ മീൻ ദിസ് ക്ലാസ്. അപ്പൊ എനിക്ക് ഇതിനകത്ത് ഒരു കൺട്രോളും ഇല്ല. നിങ്ങളുടെ ഗ്രൂപ്പിൽ ഞാൻ ഇല്ല താനും. ഐ ആം ജസ്റ്റ് ടു ഇൻസ്ട്രക്ട് ദിസ് ഇതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ മാഡം കോട്ടയത്തിന്റെ സ്റ്റഡി സെന്ററിൽ വർക്ക് ചെയ്യുന്നില്ല അല്ലേ? അല്ല, ഞാൻ ഇഗ്നോയുടെ ഒരു ക്ലാസ്സിൻ്റെ അകത്ത് വരുന്ന ഫാക്കൽറ്റി ഇതാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അത്രേ ഉള്ളൂ. എനിക്കപ്പോ അതിനപ്പുറം ഒരു ഇത് അതിൻ്റെ അകത്ത് എനിക്കില്ല. അപ്പൊ നിങ്ങൾ എല്ലാം സെന്ററിൽ ചോദിച്ചാൽ മതി. നിങ്ങളുടെ സെന്ററിൽ ചോദിച്ചാൽ അവർ നല്ലോണം ഹെൽപ്പ് ചെയ്ത് തരുമല്ലോ കേട്ടോ. അതല്ല മാഡത്തിന് ഈ സബ്ജക്റ്റിലേ മറ്റേ ടേബിൾ ആർ ഫോമില് നമ്മള് പഠിച്ചിരുന്നല്ലോ ഫോർവേഡ് ഡിഫറൻസ്. അതില് ഒരു തെറ്റുണ്ടായിരുന്നു. പ്രിന്റഡ് മിസ്റ്റേക്ക് ആണോ അല്ലെങ്കിൽ കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ആണോന്ന് അറിയില്ല. ബാക്കി കുട്ടികളോടും കൂടി ഒന്ന് ചോദിച്ചു നോക്കാൻ മേലായിരുന്നു. ഇല്ലെങ്കിൽ നമ്മളൊരെണ്ണം നിങ്ങൾക്ക് തരാമല്ലോ, അയച്ചു തരാൻ പറ്റുമല്ലോ എനിക്ക്, അല്ലേ? അല്ല അതെന്നറിയാം, ഇത് പ്രീ ആൻസർ നമുക്ക് നേരത്തെ PDF ആയിട്ട് കിട്ടുമല്ലോ. ഫിഫ്ത്ത് ഒരു അസൈൻമെന്റ് ആൻസർ നേരത്തെ തന്നെ കിട്ടും. അപ്പൊ അതിൽ നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഒരു നമുക്ക് വേഗം അസൈൻമെന്റ് എഴുതി കൊടുക്കണമല്ലോ. അതിൽ തിരക്കി നമ്മൾ നോക്കി ചെയ്യുമ്പോ അതിൽ തെറ്റ് കണ്ടതാണ്. ഓക്കെ, അപ്പൊ ആ അയച്ചു തന്നവരോട് തന്നെ സെന്ററിൽ തന്നെ ചോദിക്കേ. എന്നാണോ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇട്ടത് അവരോട് തന്നെ ചോദിക്കുക. ഇതിൻ്റെ അകത്തൊരു മിസ്റ്റേക്ക് എനിക്ക് തോന്നുന്നത് മിസ്റ്റേക്ക് ആണോ അതോ നമുക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയതാണോ എന്നറിയത്തില്ലല്ലോ. അപ്പൊ ബാക്കിയുള്ളവരോട് ഒരു കൊറി ഇട്ട് ചോദിക്കുക. ബാക്കി എല്ലാവർക്കും ഇത് തന്നെയാണോ കിട്ടിയത്, ഞാൻ ചെയ്യുമ്പോൾ എനിക്കൊരു വ്യത്യാസം വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു കൊറി ഇടും. അപ്പം റെസ്പോണ്ട് ചെയ്യുമായിരിക്കും ആരെങ്കിലും എന്ന് ഞാൻ വിചാരിക്കുന്നു. ചെയ്തോ? ഇതെല്ലാം എഴുതിയോ?
ബാക്ക്വേർഡ് ഫോർവേഡ് ചെയ്യുന്നുണ്ട്. ബാക്കിയും കൂടി എഴുതിക്കോ. സ്റ്റിർലിംഗ്സ് ഫോർമുല ആൻഡ് ബെസൽസ് ഫോർമുല. Okay. Now it must be remembered, as already indicated, that appropriate formula should be used, that is forward difference formula at the upper end of the table, backward difference near the lower end of the table, and central difference formula in the middle of the table. Okay. Yes, sir. And further, the point x equal to x naught has to be chosen suitably according to the formula used. It may also be noted that to find the derivative at the tabular point x equal to x naught, the value of p equal to 0. X equal to x naught, p will be equal to the initial point, p 0 ആണ്. അത്രേ ഉള്ളൂ. May be mentioned that the most of the cases we do not go beyond second or third differences in a formula for computing derivative. It may, okay. Most of, we do not go beyond second or third differences.
സെക്കൻഡ് ഓർ തേർഡ് ഡിഫറൻസസ് കഴിഞ്ഞ് വരെ യൂസ് ചെയ്ത്, അതായത് നമ്മുടെ ഇവിടുത്തെ ടേമുകൾ എഴുതുമ്പോൾ, മനസ്സിലായോ? തേർഡ് ഡിഫറൻസ് വരെയൊക്കെ എഴുതി വെച്ചാൽ മതി. കാരണം ചോദിച്ചാൽ ന്യൂമറിക്കൽ വാല്യൂസ് അല്ലേ, സ്മോൾ ആയിക്കൊണ്ട് അങ്ങ് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ വലിയ വേരിയേഷൻ വരത്തില്ല. ഇവിടെ വെച്ച് നമ്മൾ സെക്കൻഡ് ഓർ തേർഡ് എഴുതി നിർത്താം. ഓക്കെ, ഇനി പ്രാക്ടിക്കലി ഇത് കഴിഞ്ഞിട്ട് പറയാം. പ്രാക്ടിക്കലി നമ്മൾ മോസ്റ്റ് ഓഫ് ദ കേസിലും പ്രാക്ടിക്കലി ചെയ്യുന്ന ഇത് മാത്രമാണ്. ഡെൽറ്റ y1 ആൻഡ് ഇവിടെ സെക്കൻഡ് ഡെറിവേറ്റീവ് മാത്രമേ ഉള്ളൂ അല്ലേ? അത് അത്രയും മാത്രം. കാരണം ചോദിച്ചാൽ അപ്രോക്സിമേറ്റ് ചെയ്യുമ്പോഴത്തേക്കിന് ഏതാണ്ട് വലിയ വ്യത്യാസം വരത്തില്ല. ഓക്കെ, അതവിടെ കിടക്കട്ടെ. Okay, now the example, the values of y equal to root of x are given below for x equal to 1.5 to 3.5 with a distance of 0.5. That is 1.5, 2, 2.5, 3, 3.5. അത് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. സപ്പോസ് തന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വാല്യൂ ഐഡന്റിഫൈ ചെയ്യണമായിരുന്നു, റൂട്ട് ഓഫ് എക്സ് കണ്ടുപിടിക്കണമായിരുന്നു, ഓരോ എക്സിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള. Now find y dash and y2 dash എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് ഡെറിവേറ്റീവ് ആൻഡ് സെക്കൻഡ് ഡെറിവേറ്റീവ്, dy by dx and d square y by dx square at x equal to 2.25. ഫോർവേഡ് ഡിഫറൻസ് ഫോർമുല ഇവിടെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ പിന്നെ നമ്മൾ വേറെ ചെയ്യേണ്ട കാര്യമില്ല. ഫോർവേഡ് ഡിഫറൻസ് ഡയറക്റ്റ് യൂസ് ചെയ്യാം. അതായത് 2.25 എന്ന് പറയുന്നത് ഇവിടെ വരും, ഏതാണ്ട് അപ്പർ സൈഡിൽ തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ അതായത് മിഡിലിന് എബവ് വരുന്ന അപ്പറും മിഡിൽ താഴെ വരുന്ന ലോവർ പാർട്ടും, ഈ മിഡിൽ പാർട്ടിലോട്ട് വരുന്ന ഇപ്പോൾ നമ്മൾ സ്റ്റെർലിംഗ് ഫോർമുല യൂസ് ചെയ്യും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമുക്ക് ടേബിൾ ഫോം ചെയ്യണം, ഫോർവേഡ് ഡിഫറൻസ് ടേബിൾ. ഓക്കെ, ചെയ്തതിന് ശേഷം ഫോർമുല എഴുതുക, ആദ്യം ടേബിൾ ഫോം ചെയ്യും. ടേബിളും ചെക്ക് ചെയ്തിട്ട് ഫോർമുലയിലോട്ട് വരാം. മറ്റേയാള് ചെയ്യുന്നുണ്ടോ? ഡെൽജോ ഒപ്പം വരുന്നുണ്ടോ? ചെയ്യാൻ പറ്റുന്നുണ്ടോ കൂടെ? ഓക്കെ, ചെയ്തു വരുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, സമയം വേണേ പറയണം കേട്ടോ. ഒരാൾ ചെയ്തിട്ട് മറ്റേ കുറച്ചുകൂടി സമയം വേണേ നമ്മൾ ചെയ്ത് ചെക്ക് ചെയ്ത് തന്നെ നമ്മൾ പോവുക. നിങ്ങൾ ക്ലാസ്സിൽ ചെയ്യുന്ന പ്രോബ്ലം നമ്മൾ തറവായിട്ട് പോവുക, സംശയമൊന്നും ഇല്ലാതെ. പിന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മതി.
ടേബിൾ ഫോം ചെയ്തു. ഓക്കെ, ഏത് വാല്യൂ കിട്ടിയോ? ഫസ്റ്റ് ഡിഫറൻസ് ഫസ്റ്റ് ഡിഫറൻസ് കിട്ടിയത് 0.1895, 0.1669, 0.1509, 0.1388. സെക്കൻഡ് ഡിഫറൻസ് സെക്കൻഡ് നെഗറ്റീവ് 0.0226, നെഗറ്റീവ് 0.016, നെഗറ്റീവ് 0.0121. ഓക്കെ. പിന്നെ 0.0066, 0.0039, ഫോർത്ത് പിന്നെ വൺ മൈനസ് നെഗറ്റീവ് 0.0027. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി നമ്മുടെ ഫോർമുല ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നു നോക്കിയേ, ഫസ്റ്റ് ഡെറിവേറ്റീവ് ആൻഡ് സെക്കൻഡ് ഡെറിവേറ്റീവ് അറ്റ് എക്സ് ഈക്വൽ ടു 2.25 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2.25 എന്ന് പറയുന്നത് ബിറ്റ്വീൻ 2 ആൻഡ് 2.5 വരും നമ്മുടെ ടേബിൾ. അപ്പോൾ നമ്മൾ ഇതായിരിക്കും നമ്മുടെ എക്സ് നോട്ട് എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുന്നത്, അല്ലേ? ദിസ് ഈസ് എക്സ് നോട്ട്, ഡെൽറ്റ എക്സ് നോട്ട്, ഡെൽറ്റ സ്ക്വയർ എക്സ് നോട്ട്, ഡെൽറ്റ ക്യൂബ് എക്സ് നോട്ട്. ഓക്കെ. ഇനി ഇവിടെ എക്സ് നോട്ട് എന്ന് പറയുന്നത് 2 ആണ്. സോ പി ഈക്വൽ ടു 2.25 അല്ലേ? എക്സ് പി എന്ന് പറയുന്നത് 2.25 ആണ്. 2.25 minus 2 divided by h equal to 0.5. So it will be equal to 0.5. എന്നിട്ട് നേരെ ഫോർമുല ഡിറൈവ് ചെയ്ത പോരെ? നേരെ ഫോർമുലയിൽ ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്തോളൂ. നമ്മുടെ ഫോർമുല ഏതാ? ഫസ്റ്റ് ഡെറിവേറ്റീവ് y dash of x equal to 1 by h into delta y naught plus 2p minus 1 by 2 into delta square y naught plus ഇവിടെ ഓക്കെ വാല്യൂ പുട്ട് ചെയ്യുക, കണ്ടുപിടിക്കുക.
മാം ഉത്തരം കിട്ടി. പക്ഷെ വേറെ കിട്ടി തെറ്റുണ്ടോന്ന് സംശയമുണ്ട്. കിട്ടി ആൻസർ. ഇല്ല, ഇതല്ലേ കിട്ടിയത് മാം. നല്ല ഡിഫറൻസ് ഉണ്ട്. ഒക്കെ ശരിയാണോ? 1/h ഇൻറ്റു 1/h എന്ന് ആ പറഞ്ഞ കോമൺ ആ ഈ ഇതിനെ 1/h കൊണ്ട് മൾട്ടിപ്ലൈ ആവുള്ളൂ. ആ Okay. ഞാൻ ഉള്ളിലത്തെ ആദ്യം ഓരോന്നിട്ട് സിംപ്ലിഫൈ ചെയ്തു. അതില് ഉള്ളിലത്തെ സിംപ്ലിഫൈ ചെയ്തു. ഉള്ളിലത്തെ ചെയ്തപ്പോ എത്ര കിട്ടി? ഈ ഉള്ളിലത്തെ ചെയ്തപ്പോ സെയിം അല്ലേ? ഡെൽറ്റ വൈ നോട്ട് പ്ലസ് 2 പ്ലസ് അവിടെ 0 വരിക. ഇൻറ്റു പി മൈനസ് 1/2 ഇൻറ്റു -1/2 സ്ക്വയർ ഓഫ് വൈ നോട്ട് മൈനസ് 0.06160 അല്ലേ? 3 പി സ്ക്വയർ മൈനസ് 6 ഇൻറ്റു പി പ്ലസ് 2 ഡിവൈഡ് ബൈ 6 ഇൻറ്റു ദിസ്. ഈ പുട്ട് ചെയ്തിരിക്കുന്ന വാല്യൂ എല്ലാം സെയിം അല്ലേ? അപ്പൊ ആദ്യം ഇത് ഒരെണ്ണം ഉണ്ട്, അതവിടെ കിടക്കട്ടെ. ഇതിനെ ഇവാലുവേറ്റ് ചെയ്യണം. ദെൻ ഇതിനെ 3 ടേംസ് ആവും നമുക്കുള്ളത്. ഫസ്റ്റ് ടൈം, സെക്കൻഡ് ടൈം, തേർഡ് ടൈം. ടൈമിനെ ആഡ് ചെയ്യുക. സെക്കൻഡ് ടൈം 0 ആണോ വന്നേ? അതെ, ഞാൻ എടുത്ത പ്രിഫറൻസ് തെറ്റി ചെയ്തതാ ഞാൻ. ആ 0.1669 പ്ലസ് 0 മീൻസ് ആ സിംപ്ലിഫൈ ചെയ്തപ്പോ 0 കിട്ടിയത്. അപ്പൊ ഫസ്റ്റ് ആ പെയർ ചെയ്തു. മൾട്ടിപ്ലിക്കേഷൻ ഫസ്റ്റ് ചെയ്യേണ്ട ഞാൻ ആദ്യം അഡീഷൻ ചെയ്തു പോയി. എങ്ങനെ ഇത് നമ്മള് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എങ്ങനെയാ നമ്മൾ ചെയ്യുന്നത്? പ്ലസ് മൈനസ് കൊണ്ടോ നമ്മുടെ ടേമുകളെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഇത് പ്ലസ് ടേം ഇവിടെ ഒരെണ്ണം വന്നിട്ടുണ്ട്, ഇതൊരു ടേം. ഇവിടെ അടുത്ത പ്ലസ് വന്നിട്ടുണ്ട്, ഇത് അടുത്ത ടേം, സെക്കൻഡ് ടേം. ഇത് തേർഡ് ടേം. നേരെ ഓപ്പോസിറ്റ് ചെയ്തു പോയത്. അത് തെറ്റിപ്പോരുത്. നമ്മൾ ചെറിയ ക്ലാസ്സിലെ പഠിക്കുന്നതാണ്, മറന്നു പോകരുത്. ടേമുകളെ എത്ര ടേമുകളുണ്ടോ ഓരോ ടേമിനെ ഇവാലുവേറ്റ് ചെയ്യുക. അഡീഷൻ സബ്ട്രാക്ഷൻ നമ്മള് എന്തോന്നാ ഏതാ ബോർഡ് മാസ് എന്നല്ലേ? ബ്രാക്കറ്റ് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഒന്നിച്ച്. മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഒരേ പ്രിഫറൻസ്. ദെൻ അഡീഷൻ സബ്ട്രാക്ഷൻ, അതായത് ഓരോ ടേമുകളാണ്. ഈ അഡീഷൻ ഈ പ്ലസ് കൊണ്ടും മൈനസ് കൊണ്ടുമാണ് നമ്മൾ ടേമുകളെ സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ടേമുകളും ചെയ്തതിന് ശേഷം അഡീഷനും സബ്ട്രാക്ഷനും കയറി ചെയ്യാവുള്ളൂ. ഓക്കെ.
യെസ് മാം, കിട്ടി. കിട്ടിയ ആൻസർ 0.333475. ഓക്കെ. ഇനി അടുത്തത് സെക്കൻഡ് ഡെറിവേറ്റീവ്. സെക്കൻഡ് ഡെറിവേറ്റീവ് ഈക്വൽ ടു 1/h² ഇൻറ്റു ഡെൽറ്റ സ്ക്വയർ ഓഫ് y0 പ്ലസ് p മൈനസ് 1 ഇൻറ്റു ഡെൽറ്റ ക്യൂ ഓഫ് y0 അല്ലേ? ഫോർമുല നമ്മൾ എഴുതി സംശയം ഉണ്ടെങ്കിൽ 1-2 പ്രാവശ്യം അങ്ങ് എഴുതി പഠിക്കണം കേട്ടോ. യെസ് ഹലോ, മാം. ഓക്കെ. ആ. ഈ ഫോർമുലകളൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. നമ്മൾ 1-2 പ്രാവശ്യം എഴുതി പഠിക്കുക. ആ. ഓക്കെ, അടുത്ത ഫോർമുല എഴുതി വാല്യൂ പുട്ട് ചെയ്തേ.
യെസ് മാം കിട്ടി. എത്ര കിട്ടി? നെഗറ്റീവ് 0.0718. Okay. Now see, from the data of the preceding example, same example, compute y dash of x and y2 dash of x at the tabular points at x equal to 0 using forward difference formula. നമ്മളോട് 2.25 കാണാൻ പറഞ്ഞത്. ഇനി at x equal to 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഒരു പോയിന്റ് ഉണ്ട് ഇവിടെ, അല്ലേ? Then വാല്യൂ എന്ന് പറയുന്നത് എന്ത് വരും? 2 minus 2 will be equal to 0. അല്ലേ? Then b equal to 0, y dash of x എന്ന് പറയുന്നത് എന്താണ്? Minus 1 delta square of y naught, then 2/3. 2/6 എന്ന് പറയുമ്പോൾ 1/3 into delta q y naught. ആൻഡ് ഇവിടെ p0 വരുമ്പോഴത്തേക്കിനും ഡെൽറ്റ സ്ക്വയർ y naught മൈനസ് ഡെൽറ്റ q y naught 1/h square into, അല്ലേ? വിൽ ബി, നോക്കിക്കേ. Is it clear? ഓക്കെ മാം. ഓക്കെ, അപ്പൊ അതൊരു അങ്ങ് ചെയ്യാം. ബുദ്ധിമുട്ടില്ല, എന്നാലും പെട്ടെന്ന് ചെയ്യാം.
എക്സ് ഡബിൾ ഡാഷും കൂടി കണ്ടുപിടിക്കണ്ടേ? എക്സ് അല്ല, വൈ ഡബിൾ ഡാഷ് ഓഫ് വൈ ഡബിൾ ഡാഷ്, സോറി. ഒരു സെക്കൻഡ്, ഞാൻ ഡോറ് തുറന്നു കൊടുത്തിട്ട് വരാവേ. ചെയ്തോളൂ. ഡെൽജോ വർക്കിലാണോ? അല്ലല്ല, വീട്ടില. ഉത്തരം കിട്ടിയ? ചെയ്തോണ്ടിരിക്കടാ. ഇവിടെ നെറ്റ് ഭയങ്കര സ്റ്റോക്കാണ്. പ്രസന്റേഷൻ ഒന്നും ഇടയ്ക്ക് കാണാണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് ഫുൾ ബ്ലാങ്ക് ആവില്ല, ഫുൾ ബ്ലാക്ക് ആവില്ല ചെയ്യണ, എന്നിട്ട് ബിന്ന് മാത്രം എഴുതിക്കേക്ക്. അതന്നെ. നീ വൈഫൈയാ? എന്താണ്? മൊബൈൽ ഡേറ്റ ആണോ വൈഫൈ ആണോ ചോദിച്ചത്? മൊബൈൽ. ഹലോ, ചെയ്തോ? കംപ്ലീറ്റ് ആക്കിയോ? ഓക്കെ. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ചെയ്ത് നോക്കുക കേട്ടോ. പ്രാക്ടീസ് ചെയ്യും. എനി പ്രാക്ടിക്കൽ പ്രോബ്ലംസ് അറ്റ് ദ tabular points, we approximate the first derivative by retaining the terms in differentiation formula up to first difference only, to approach second difference only. See, നമുക്ക് അത്യാവശ്യം വരുന്ന സന്ദർഭങ്ങളിൽ ഇത് മാത്രം. ഓക്കെ, മിനിമം ഇതെങ്കിലും ചെയ്യാൻ ഓർത്തിരുന്നോണം. ഏറ്റവും മിനിമം ഒന്നും കിട്ടിയില്ലെങ്കിൽ, കാരണം മാർക്ക് കുറയ്ക്കും ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചാൽ ചിലപ്പം
എഴുതി. ഇത് നമ്മൾ പ്രാക്ടിക്കൽ സിറ്റുവേഷൻസിലാണ് നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ അതുപോലെയുള്ള സിറ്റുവേഷൻസിൽ ചെയ്യുമ്പോൾ കേട്ടോ. ഓക്കെ. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്ത ദിസ് മെത്തേഡ് ഈസ് ഓൺ ദ സിറ്റുവേഷൻ വെർ ദ points are equally spaced. Now come to the situation methods based on interpolation non uniformly spaced tabular points. അവിടെ എന്തായാലും നമ്മൾ ലഗ്രാഞ്ചസ് മെത്തേഡ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത് അല്ലേ? ക്ലിയർ. നമ്മൾ ആ ഇന്റർപൊളേഷൻ ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇന്റർപൊളേഷൻ മെത്തേഡ്സുകൾ യൂസ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ഈക്വലി സ്പേസ്ഡ് അല്ലാത്തത് ഈക്വലി സ്പേസ്ഡ് ആണെങ്കിൽ വി ക്യാൻ യൂസ് ദ ന്യൂട്ടൺസ് ഫോർവേഡ് ഫോർമുല, ബാക്ക്വേർഡ് ഫോർമുല, സ്റ്റെർലിംഗ്സ് ഫോർമുല, എക്സെട്ര എക്സെട്ര. And it is not equally spaced. In this section, we derive a differentiation formula for the derivatives using non-uniformly spaced tabular points. That is, when the difference between any two consecutive tabular points is not uniform. That is, uniform and നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത പോലെ തന്നെ ലഗ്രാഞ്ചസ് മെത്തേഡ് ആണ് നമ്മൾ. From the introduction, this unit given that f of x equal and Lagrange's method. Okay, x's are not necessarily equally spaced. For approximation by Lagrange's method, a polynomial is fitted, and the fitted polynomial highest order of degree n ആയിരിക്കും അല്ലേ? This will be the fitted polynomial. Pn of x equal to L0 of x into y0 plus L1 of x into y1, Li of x into yi up to Ln of x into yn, where Li of x എന്ന് പറയുന്നത് എന്താണ്? x minus x0, x minus x1 up to x minus xi minus 1, x minus xi ഉണ്ടാവില്ല അല്ലേ? Okay. These are the Lagrange coefficients and the polynomial degree. It should be noted that Li of xi equal to this one. Okay. And Li of xi can also be written as, ഇവിടെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് നമ്മൾ എഴുതുന്നു Li of x can be written as Li of x, ഈ തന്നിരിക്കുന്നതിനെ ഇതിനെ x equal to phi of x divided by x minus xi into phi 1 of xi, where phi of xi equal to ഏതാണ്? x minus x0, x minus x1 എല്ലാ പോയിന്റിലും നമ്മുടെ x0, x1 up to xn വരെയാണ്. Li of x നമ്മൾ ഡിനോമിനേറ്ററിൽ xi മൈനസ് പോയിന്റ്സ് ആണ്. അപ്പൊ xi മൈനസ് xi എന്ന് പറയുന്നത് 0 ആയി പോകുന്നതുകൊണ്ടാണ് നമ്മൾ ഈ xi Li of xലെ xi നമ്മൾ ഒഴിവാക്കിയത്. അപ്പൊ നമ്മൾ അതിനെയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് phi of x Li of xനെ നമ്മൾ phi of x ഡിവൈഡ് ബൈ x minus xi into phi 1 of xi, where phi of x എന്ന് പറയുന്നത് ഏതാണ്? ഫുൾ പോയിന്റുകളും ഉണ്ട്, എല്ലാ പോയിന്റിൽ നിന്നുമുള്ള സബ്ട്രാക്ഷന്റെ പ്രോഡക്റ്റ്. ഓക്കെ, then phi of xi എന്ന് പറയുന്നത് ഏതാണ്? നമുക്കറിയാം ഈ പോയിന്റ് ഇല്ല, അതുകൊണ്ടാണ് അതിന്റെ കൂടെ ഇതും കൂടെ നമ്മൾ മൾട്ടിപ്ലൈ x minus xi into this എഴുതിയിരിക്കുന്നത്. അപ്പൊ ഈ x minus xi ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ക്യാൻസൽഡ് ആയിക്കോളും, നമ്മൾ ഒറിജിനൽ വാല്യൂലോട്ട് വരും. നമ്മൾ ഇതിനെ ഒന്ന് മോഡിഫൈ ചെയ്ത് എല്ലാ പോയിന്റിനെയും കൂടി ഇൻക്ലൂഡ് ചെയ്ത് കൊണ്ടുവന്നതാണ്. Is it clear? Yes, sir. Now differentiating this one with respect to x, we get sigma I varies from ഓരോ സിറ്റുവേഷനിൽ. ഓക്കെ, n minus 1 ഉള്ള ഒരെണ്ണം കിട്ടും. Isn't it? x പവർ n ആയിരുന്നു ഓരോരുത്തർക്കും ഉള്ളത്. അപ്പൊ x raised to n minus 1ന്റെ ഒരു ഒരു പോളിനോമിയൽ ഓഫ് ഡിഗ്രി n minus 1 കിട്ടും. ഓക്കെ, അതുപോലെ ഏത് ഡെറിവേറ്റീവ് നമുക്ക് കൊണ്ടുവരും? എനി ഓർഡർ ഡെറിവേറ്റീവ്. എഫ് ക്യൂ ഓഫ് ക്യൂ എന്ന് എഴുതി എഫ് ഡാഷ് ഓഫ് എക്സ് ഫസ്റ്റ് ഡെറിവേറ്റീവ്, എഫ് ടു ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് സെക്കൻഡ് ഡെറിവേറ്റീവ്, ഇത് ക്യൂത്ത് ഡെറിവേറ്റീവ് ആണ് എഴുതിയിരിക്കുന്നത്. Q times, that is, see, derivative, then we differentiate Pn of a Q times, we get this one. Okay, now come to find y dash of x, which is equal to f dash using Lagrange interpolation formula for 2 points x0, y0, x1, y1. 2 points മാത്രം അവൈലബിൾ ആയിരിക്കുമ്പോൾ നമ്മൾ ലഗ്രാഞ്ച് ഫോർമുലയെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് കൊണ്ടുവരിക. ദിസ് ഈസ് ദ ജനറൽ ഫോർമുല. നമ്മൾ 2 പോയിന്റ് അല്ലെ 3 പോയിന്റ്, 2 സിറ്റുവേഷനും നമ്മൾ നോക്കുക. അതിക്കുള്ളൊക്കെ നമുക്ക് വരത്തില്ല കൂടുതലും.
ഒരെണ്ണം കൂടെ ഇപ്പം 3 points കഴിഞ്ഞ് 4 pointsലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് മോഡിഫൈ ചെയ്ത് കൊണ്ടുവരാം. ദാറ്റ് ഈസ് ഇഫ് വി ഹാവ് ഓൺലി 2 ordered pairs of points, then our P1 of x equal to L naught of x into F naught. F naught എന്ന് പറയുന്നത് ഏതാ? Y naught. Yes, sir. See this one. അല്ലേ? ഈ രണ്ട് ടേമേ നമുക്ക് കാണത്തുള്ളൂ. When we have only 2 points, x naught, y naught and x1, y1, we have only 2 points. See these two. Okay. Yes, sir. Then L naught of x എന്ന് പറയുന്നത് ഏതാണ്? x minus x1 divided by x naught minus x1. L1 of x equal to x minus x naught by x1 minus x naught. Isn't it? Yes, sir. Then differentiating this one equal to L dash of x, L0 dash of x and into F naught. F naught is a constant. L1 dash, that is first derivative of this L naught, first derivative of L1. And first derivative, first derivative എന്ന് പറയുന്നത് ഏതാണ്? x1, x0 are constants. So x by x naught by x1 ആണ് second term എന്ന് പറയുന്നത് constant ആണ് അല്ലേ? So it will be 1 by x naught minus x1, isn't it? Yes, sir. Similarly ഇതിന്റെ x by a constant. So L1 dash of x equal to 1 by x naught minus x1. Okay. So the first derivative, when we have only 2 points, it will be equal to f naught എന്ന് പറയുന്നത് y naught ആണിത്. Okay. Y naught divided by x naught minus x1 plus y1 divided by x1 minus x naught. Okay. Yes, sir. ഇനി നമ്മൾ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കൊണ്ടുവരുമ്പോൾ എന്താവും? സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഇറ്റ് വിൽ ബി ഈക്വൽ ടു f1 minus f naught divided by x1 minus x naught. Is it clear? Yes, sir. Okay. Just remember this formula. Similarly, when we have 3 points, x1, x0, x1, see, differentiating, this is a quadratic equation. So it will be, ഇതിനെ expand ചെയ്തിട്ട് ചെയ്യുമ്പോൾ ഇത് x square വരും. So 2x square into x1 and minus x into x2 വരും. Then plus x1, x2 square വരും. x1, x2 constant ആയതുകൊണ്ട് എന്ത് വരും? ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ന്യൂമറേറ്റർ വിൽ ബി 2. സി ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താ വരുന്നത്? ക്ലിയർ ആയോ ഇത് കിട്ടിയത് എങ്ങനെയാന്നുള്ളത്? Yes, sir. ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് വരും? എക്സ് സ്ക്വയർ മൈനസ് എക്സ് ഇൻറ്റു x1 മൈനസ് എക്സ് ഇൻറ്റു x2 പ്ലസ് x1, x2. x1, x2 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x minus x into x1 in the derivative with respect to x, and that will be minus x1 minus x2 divided by x minus x1 into x naught minus x1 into x naught minus x2, first one in there. Is it clear? Yes, sir. Similarly, L1 of x in the coefficient in the Lagrange coefficient, second coefficient in the derivative എന്ന് പറയുന്നത് this will be ആയിരിക്കും, and the third one in the 2x minus x naught minus x1. L0ക്ക് 2x minus L1 L2 x2 then x0 minus x1 x0 minus x2. Okay. Okay. Then L1 of x and 2x minus 1 കാണത്തില്ല അല്ലേ? Just ഓർത്തിരിക്കുക f dash of x equal to this one L0 of x into f naught, and which will be equal to then the second derivative എന്ന് പറയുമ്പോൾ എന്ത് വരും? സെക്കൻഡ് ഡെറിവേറ്റീവിലോട്ട് വരുമ്പോൾ ഇവിടെ 2 ഡിവൈഡ് ബൈ എ വരത്തുള്ളൂ അല്ലേ? ഇത് രണ്ടും കോൺസ്റ്റന്റുകളാണ്. അപ്പൊ 2xന്റെ ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഇതെല്ലാം കോൺസ്റ്റന്റാ. So 2 divided by this part. അതാണ് 2 into f naught divided by this 2 into f1 divided by, അതായത് നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത് ഏതായിരുന്നു? ഇതില്ലായിരുന്നോ?
when we have 3 points, L3 of L3 കൂടെ കയറി വരും ഇവിടെ. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ. ഇനി ഈ കേസ് നമ്മൾ മറന്നുപോയാലും ലഗ്രാഞ്ചസ് കോഎഫിഷ്യന്റ് എഴുതിയിട്ട് അല്ലെങ്കിൽ ലഗ്രാഞ്ച് ഫോർമുല എഴുതിയിട്ട് ആ കോഎഫിഷ്യന്റുകളുടെ ഡെറിവേറ്റീവ് എടുത്ത് വരുന്നേ ഉള്ളൂ. 2 പോയിന്റ് ആണെങ്കിലും 3 പോയിന്റ് ആണെങ്കിലും ബൈഹാർട്ട് ചെയ്ത് വെക്കണമെന്നില്ല, മനസ്സിലാക്കി വെക്കുക. ഇത് ഓർത്തിരിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. f1 minus f0 by x1 minus x0. ഓക്കെ, ഓക്കെ. അപ്പൊ ഈ ഫോർമുലകൾ ഒന്ന് എഴുതിക്കേ. ലഗ്രാഞ്ചസ് മെത്തേഡ്, ലഗ്രാഞ്ചസ് ഫോർമുല ഒന്നുകൂടി എഴുതിക്കൊള്ളുക, ലഗ്രാഞ്ച് കോഎഫിഷ്യന്റ് ഒന്നുകൂടി എഴുതിക്കൊള്ളുക. ദെൻ ഈ എങ്ങനെ ഇത് വന്നെന്നുള്ളത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എഴുതിക്കോ. ഇല്ലെങ്കിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് വെൻ വി ഹാവ് ഓൺലി 2 പോയിന്റ്സ്. ഓക്കെ, അത് ഇത് എഴുതുക. സ്റ്റഡി മെറ്റീരിയൽ കയ്യിലുണ്ടോ? ഇല്ല, ഞാൻ മറ്റേ സോഫ്റ്റ് കോപ്പി എടുത്തു വെച്ചു. ആണോ? അപ്പൊ ഇത് രണ്ടും എഴുതുക. അപ്പൊ എന്നാ പിന്നെ ജസ്റ്റ് ഒന്ന് എഴുതിയിട്ട് ഈ ഫോർമുല മാത്രം എഴുതുക. വെൻ വി ഹാവ് 2 പോയിന്റ് x0 k equal to 0 1 എന്ന് പറഞ്ഞാൽ ഏതാ? x0 y0 ആൻഡ് x1 y1. കൺഫ്യൂഷൻ ഉണ്ടാവരുത്. f0 എന്ന് പറയുന്നത് y0 ആണ്, f1 എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ സംശയം ഉള്ളതെങ്കിൽ നമുക്ക് എപ്പോഴേലും സംശയം തോന്നുവാണെങ്കിൽ നേരെ റൈറ്റ് സൈഡിൽ ഒരു സ്ക്വയറിൻ്റെ അകത്ത് എഴുതി വെച്ചോണം, f0 ഈക്വൽ ടു y0. ഓക്കെ.
എഴുതിയോ ഈ ഫോർമുല? Yes, ma'am. When we have 3 points, ഇതൊക്കെ ഒന്ന് നോക്കി വെച്ചോണം കേട്ടോ. So the final formula will be 2f naught by x naught by x1 x naught by x2 2f1 by x1 minus x naught x1 minus x2 then 2f2 divided by x2 minus x naught and x2 minus x1. ഇവിടെ x2 മൈനസ് x നോട്ടും കൂടി ഉണ്ട് കേട്ടോ. വേണേ ഫസ്റ്റിൽ എഴുതുക x2 മൈനസ് x നോട്ട് x2 മൈനസ് x1. ആ ഓർഡർ നമുക്കറിയാം. എഫ് നോട്ട് ആകുമ്പോഴത്തേക്ക് എക്സ് നോട്ട് മൈനസ് ബാക്കി 2 ടേമുകൾ. നമ്മൾ ആ ലഗ്രാഞ്ചിയസ് നമ്മൾ എങ്ങനെയാണോ പഠിച്ചത് അതേ പേയിൽ. ഓക്കെ, ഇതൊന്ന് കറക്റ്റ് ചെയ്തോണം കേട്ടോ ഈ ഫോമിലെ. x2 minus x naught into x2 minus x1. This is the second derivative and first derivative എന്ന് പറയുന്നത് this one. Okay. Yes, ma'am. The where L0 dash of x എന്ന് പറയുന്നത് this one. L1 dash, first derivative of L1 of x, first derivative of L2 of x. Okay. And the second derivative is കുറച്ചുകൂടി നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് എഴുതാൻ പറ്റും. This is first derivative, this is second derivative. When we have only 2 points, this is first derivative. Second derivative എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യത്തില്ല അല്ലേ? ഉണ്ടായതുകൊണ്ട്. Yes, ma'am. Okay.
നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. Yes, ma'am. Following values of f of x equal to log x. Find the approximate value of f dash of 2, f2 dash of 2. ബിറ്റ്വീൻ ഒരു പോയിന്റ് അല്ല, നമുക്കുള്ള ഒരു പോയിന്റിന് തന്നെയാണ് തന്നിരിക്കുന്നത്. 2, 2.2, 2.6. ഓക്കെ, ഈ ഡിസ്റ്റൻസ് അല്ല, ഈ ഡിസ്റ്റൻസ് അല്ല, ഈ ഡിസ്റ്റൻസ് അല്ലേ? ഇത് 0.2, ഇത് 0.4 ആണ്. The corresponding functional values are also given. Then using Lagrange's interpolation formula we have f dash of x naught എന്ന് പറയുന്നത് ഏതാണ്? ഇതിന് this is x naught, this is x1, this is x2, this is f naught. f ലാണ് നമ്മളെല്ലാം എഴുതുന്നത് അല്ലേ? This is f1, this is f2, this is f naught. ഇവിടെ ജനറൽ ഫോർമുല എഴുതി തന്നെ വരണം കേട്ടോ. 2x naught at x equal to x naught. ഇത് എക്സ് നോട്ട് ആണ് ആയതുകൊണ്ടാണ് നിങ്ങൾ കൺഫ്യൂഷൻ. ഹലോ, കൺഫ്യൂഷൻ ഉണ്ടാവണ്ട. ജനറൽ ഫോർമുല നമ്മൾ എഴുതി 2x minus x1 minus x2 divided by this one, 2x into f naught. മനസ്സിലായോ? ഇനി 2x മൈനസ് ഇത് എന്നു ചോദിച്ചാൽ ഇവര് ഈ ഫോർമുലയ്ക്ക് വേണ്ടി സിംപ്ലിഫൈ ചെയ്തെടുത്തതാ. എക്സ് നോട്ട് ഇവിടുത്തെ പോയിന്റ് എക്സ് നോട്ട് എന്ന് പറയുന്നത് എന്റെ പോയിന്റ് 2 തന്നെയാണ് തന്നിരിക്കുന്നത്. എക്സ് നോട്ട് തന്നെയാണ് നമുക്ക് തന്നിരിക്കുന്നത് റേറ്റ് കണ്ടുപിടിക്കാനായിട്ട്. ഇനി ബിറ്റ്വീൻ ഒരു പോയിന്റ് ആയാലും വേണേ തരാം. ബിറ്റ്വീൻ ഒരു പോയിന്റ് ആയിരുന്നെങ്കിൽ വേറെ വന്നേനെ. ഇത് എക്സ് നോട്ട്, ഇവിടുത്തെ എക്സ് നോട്ടും ഇവിടുത്തെ എക്സും സെയിമാ. ഇസ് ഇറ്റ് ക്ലിയർ? അതുകൊണ്ട് ഇവര് അതിനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതി. അങ്ങനെ എഴുതി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോ പ്രോബ്ലത്തിനും വേണ്ടി പഠിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ ജനറൽ ഫോർമുല എഴുതുക, എക്സിന്റെ വാല്യൂ 2 കൊടുക്കുക. മനസ്സിലായോ? ഈ ഒരു സിറ്റുവേഷൻ്റെ അകത്താണ് എക്സ് നോട്ട് തന്നെ സെയിം വന്നത് കൊണ്ടാണ് ഇതിനെ ഇവർ സിംപ്ലിഫൈ ചെയ്ത് എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ജനറൽ ഫോർമുല എഴുതി ചെയ്തു, അതായിരിക്കും നമുക്ക് എളുപ്പം. ഓരോ പർട്ടിക്കുലർ സിറ്റുവേഷന് വേണ്ടി ഫോർമുല ഓർത്തിരിക്കാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ആൻ ഈസി തിങ്. ഓക്കെ, അപ്പൊ നമ്മൾ ജനറൽ ഫോർമുല എഴുതി. ഇവിടെ രണ്ടിടത്ത് എക്സ് നോട്ട് മൈനസ് എക്സ് എന്ന് എഴുതിയിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സി ഇവിടെ 2x എന്ന് പറയുന്നത് എക്സ് നോട്ട് ആണ് ഇവിടെ തന്നെ. ഇവിടെ 2x നോട്ട് തന്നെ വരും. ഈ എക്സിന്റെ അവിടെ എക്സ് നോട്ട് സെയിം തന്നെയാണ് വന്നിരിക്കുന്നത്. മനസ്സിലായോ? അതുകൊണ്ടാണ് ആ 2x നോട്ട് മൈനസ് എക്സ് നോട്ടിനെ അവർ എക്സ് നോട്ട് മൈനസ് എന്ന് എഴുതി വെച്ചിരിക്കുന്നുണ്ട്. സിംപ്ലിഫൈ ചെയ്ത് എഴുതി വെച്ചതാ. മനസ്സിലായോ? അതുകൊണ്ട് നമ്മൾ കൺഫ്യൂഷൻ ആണ്ട് ഉള്ള വാല്യൂ എഴുതി തന്നെ അങ്ങ് പോകും.
യെസ് മാം ചെയ്തു. കിട്ടിയ ആൻസർ എഫ് ഡാഷ് 2.0 ചെയ്തിട്ട് കിട്ടിയത് 0.4961. ഓക്കെ, അതിനെ കറക്റ്റ് ചെയ്തിട്ടാണ് 0.5 എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ. അടുത്ത് ചെയ്തോ F2 എഫ് ഡബിൾ ഡാഷ് ചെയ്തിട്ടില്ല മാം ചെയ്യാൻ. ഇത് ചെയ്ത് നിർത്താം നമുക്ക് ഇന്നത്തെ. യെസ് മാം കിട്ടി. കിട്ടി നെഗറ്റീവ് 0.1964. 19642. Exact value, you may try the following exercise. Exact value നമ്മൾ ഇന്റർപോളേഷൻ മെത്തേഡ് ചെയ്തപ്പം വന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലോഗ് എക്സിന്റെ കറസ്പോണ്ടിങ് വാല്യൂ. ഫംഗ്ഷൻ ക്ലോസ്ഡ് ആയിരിക്കണം നിർബന്ധമില്ല, അല്ലാത്ത സിറ്റുവേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഫംഗ്ഷൻ നമുക്ക് അറിയണമെന്ന് നിർബന്ധവും ഇല്ല. ഓക്കെ, യൂസിങ് ലഗ്രാഞ്ച് ഇന്റർപോളേഷൻ ഫോർമുല. നോക്ക്, ഇവിടെ 4 എണ്ണം ഉണ്ട്. ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് എക്സാമിന് ഗതികേടിന് ഇങ്ങനത്തെയൊക്കെ നമ്മുടെ ഇതിലോട്ട് ചോദിക്കുന്നെങ്കിൽ നമുക്ക് അതുകൂടി അങ്ങനെ നമ്മൾ പെട്ടുപോകരുത്. കാരണം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട അല്ലേ, അങ്ങനെ കളയാനുള്ളതല്ല. നമുക്ക് ജനറൽ ഫോർമുല നമുക്കറിയാം. അതിനെ എന്താണ് ചെയ്തെടുത്തോണ്ട് വരിക. ഏതാണ് ജനറൽ ഫോർമുല എഴുതുക. ദെൻ നമ്മുടെ വാല്യൂ ഇവിടെ നമ്മൾ 4 എണ്ണം ഉണ്ടെങ്കിൽ L0 ഓഫ് എക്സ് ഇൻറ്റു Y0 പ്ലസ് L1 ഓഫ് എക്സ് ഇൻറ്റു Y1 L2 ഓഫ് എക്സ് ഇൻറ്റു Y2 നമ്മൾ 3 എണ്ണം ഉള്ളപ്പോൾ ചെയ്തത്. പ്ലസ് L3 ഓഫ് എക്സ് ഇൻറ്റു Y3 കൂടെ വരും പോയിന്റ് ഉണ്ടെങ്കിൽ. പോയിന്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അത്രയും പോയിന്റ്സ് ഇതുപോലെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതുക. നമ്മൾ ആലോചിക്കണ്ട, ഡയറക്റ്റ് പുട്ട് ചെയ്ത് അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. ഇവിടെ 2 എണ്ണം നമുക്ക് വന്നിട്ടുണ്ട്. അതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം, പുട്ട് ചെയ്യുക, പിന്നെ എക്സ്പാൻഡ് ചെയ്യണം. അവിടെ എക്സ് ക്യൂബിലുള്ള, ഇവിടെ എക്സ് സ്ക്വയർ ആണ് വരുന്നത്. അടുത്ത് വരുമ്പോൾ എക്സ് ക്യൂബിലുള്ളത് വരും. 4 പോയിന്റ് ഉണ്ടെങ്കിൽ എക്സ് ക്യൂബിലുള്ളതായിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഇനി അതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണുമ്പോൾ 3x² ഫോമിലോട്ട് വരും. അടുത്ത ഡെറിവേറ്റീവ് കാണുമ്പോൾ 6x സംതിങ് വരും.
ഫസ്റ്റ് ടേം എന്ന് പറയുന്നത്. ബാക്കി റിമൈനിങ്. अच्छा അത് എക്സ്പാൻഡ് ചെയ്തിട്ട് നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുക. ആ. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? yes ma'am അപ്പൊ ഈ ഫോമുലകളെല്ലാം ഒന്നുകൂടി എഴുതി പഠിച്ച് പോണം കേട്ടോ. yes ma'am ഈ നമ്മൾ യൂസ് ചെയ്യുക. പിന്നെ നമ്മുടെ ഒരു ഷോർട്ട് കട്ട് ഫോമുല നമ്മളവിടെ കണ്ടിരുന്നു. ഏതാണ്? ഫസ്റ്റ് ഡെറിവേറ്റീവ് മാത്രമുള്ള ഫസ്റ്റ് മാത്രം യൂസ് ചെയ്തിട്ട് നമ്മൾ പ്രാക്ടിക്കൽ സൈഡ് ചെയ്യുന്നതാണ്. പക്ഷെ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ അല്ല എക്സാമിന് ചോദിക്കുമ്പോൾ അത് യൂസ് ചെയ്യണ്ട. ഒരു നിവൃത്തി ഇല്ലാതെ അല്ലെങ്കിൽ നമുക്ക് ഒരു സമയം കിട്ടാതെ വരുന്ന ഒരു സിറ്റുവേഷനിലൊക്കെ ആണെങ്കിൽ മാത്രം കേട്ടോ. yes ma'am അല്ലാതെ യൂസ് ചെയ്യണ്ട. okay ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം.